വിവരാവകാശ കമ്മീഷന്റെ ബാക്കി ഭാഗമുണ്ട് ഇനി പഠിക്കാൻ പോകുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസിൽ ഒന്നും കൊടുത്തിട്ടില്ല, ഉത്തരം കൊടുത്തിട്ടില്ല. ശരിക്കും 10 രൂപയാണ് അപേക്ഷാ ഫീസ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എന്ന് ചോദിച്ചാലും 10 രൂപ തന്നെയാണ്. ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ നൽകേണ്ട ഫീസ്, അതായത് BPLകാർ നൽകേണ്ടതാണെങ്കിൽ അവർക്ക് ഫീസ് ഇല്ല, അവർക്ക് സൗജന്യമായിട്ട് വിവരം നൽകേണ്ടതാണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 7(5) പ്രകാരമാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, അതായത് BPLകാർക്ക് വിവരം സൗജന്യമായി നൽകണം എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7(5). ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് നമ്മൾ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കാം, അതല്ലെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പായിട്ട് ഒട്ടിക്കാം നമുക്ക് അപേക്ഷാ ഫോമിൽ. അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപയാണല്ലോ അതിൻ്റെ അപേക്ഷാ ഫീസ്. ഇനി നമ്മൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് ഈ അപേക്ഷ കൊടുക്കുന്നത്. ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അവരൊരു സമയപരിധി ഉണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നമുക്ക് അതിൻ്റെ വിവരം തന്നില്ല എങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത് 250 രൂപയാണ്. ഒരു ദിവസം 250 രൂപ. അങ്ങനെ പരമാവധി 25,000 രൂപ വരെ പിഴ വരാറുണ്ട്. ഇനി A4 A3 പേജിലാണ് നമുക്ക് വിവരം ലഭിക്കേണ്ടതെങ്കിൽ അതിന് 3 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ കൊടുക്കേണ്ട ഫീസ് A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ പേജ് ഒന്നിന് 3 രൂപ. CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാകാനാണെങ്കിൽ 75 രൂപയാണ്. മുൻപ് 50 രൂപയായിരുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാകാൻ മുൻപ് 50 രൂപയായിരുന്നു, ഇപ്പോൾ 75 രൂപയാണ്. A4 സൈസ് പേപ്പറിൽ വിവരങ്ങൾ ലഭ്യമാകാൻ പേജ് ഒന്നിന് 3 രൂപയാണ് ഇപ്പോൾ, മുൻപ് 2 രൂപയായിരുന്നു. ഇനി ഫീസ് അടയ്ക്കുന്ന ഒരു 5 മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മെത്തേഡുകളാണ് ഫീസ് അടയ്ക്കാനുള്ള പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി, അതായത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് വഴി നമുക്ക് ഫീസ് അടയ്ക്കാം. അതല്ലെങ്കിൽ ഗവൺമെൻറ് ട്രഷറിയിൽ അടയ്ക്കാം, അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസീപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. പോസ്റ്റൽ വഴി അടയ്ക്കാം, പോസ്റ്റൽ ഓർഡർ വഴി ഫീസ് അടയ്ക്കാം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാം. അങ്ങനെ 5 മെത്തേഡുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി ഗവൺമെൻറ് ട്രഷറിയിൽ, പബ്ലിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ്റെ ഓഫീസിൽ അടയ്ക്കാം റെസീപ്റ്റ് വഴി. പോസ്റ്റൽ ഓർഡർ വഴി അടയ്ക്കാം. DD അല്ലെങ്കിൽ ബാങ്ക് ചെക്കായിട്ടും ഫീസ് അടയ്ക്കാം. ഇനി സൗജന്യ വിവരാവകാശത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് BPLകാരാണെങ്കിൽ അവർക്ക് സെക്ഷൻ 7(5) പ്രകാരം വിവരങ്ങൾ സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. ഇനി 30 ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഒരു സമയപരിധി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് 30 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ അവർ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ്. ഇനി 3-ാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. 3-ാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. അങ്ങനെ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകുന്നത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. മറ്റേ സെക്ഷൻ 7(5) ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായിട്ട് നൽകുന്നതിന് സെക്ഷൻ 7(5). പിന്നെ 3-ാം കക്ഷി വിവരങ്ങളാണെങ്കിൽ 40 ദിവസത്തിനുള്ളിലാണ് വിവരം നൽകേണ്ടത്. അത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നൽകണം. അതല്ലെങ്കിൽ 30 ദിവസത്തെ പരിധിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് വിവരങ്ങൾ നൽകണം. പിന്നെ ഒരപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഒരു വിവരത്തിന് ഒരപേക്ഷ അങ്ങനെയല്ല, ഒരപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ അപേക്ഷ ആവശ്യപ്പെടാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പീൽ നൽകേണ്ടത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആ ഒരു തീരുമാനത്തിൽ
അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മൾ അപ്പീൽ നൽകേണ്ടത്. ഇനി രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാനത്തെ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ്. അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും തീരുമാനത്തിനെതിരായി എന്തെങ്കിലും അപ്പീൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കണം. രണ്ടാം അപ്പീൽ കൊടുക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ ആണ് കൊടുക്കേണ്ടത്. പിന്നെ അപേക്ഷിക്കുന്ന തീയതി മുതൽ ഒരു 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല. അപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഇടപെടാൻ അധികാരമുള്ളൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ വേറെ ഒരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. കേന്ദ്ര ഇൻ്റലിജൻസ്, സെക്യൂരിറ്റി ഏജൻസി ഇതൊക്കെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇനി അഴിമതിയോ മനുഷ്യാവകാശ ലംഘനമോ അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ്. അപ്പോൾ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസിയിലൊക്കെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അഴിമതി, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസാണ് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ. അപ്പോൾ സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ ഈ കേസിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി തന്നെ വിധി പ്രഖ്യാപിച്ച കേസ്. സുഭാഷ് ചന്ദ്ര അഗർവാളിനെതിരെയായിട്ടുള്ള കേസായിരുന്നു. സുപ്രീം കോടതി വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ. അപേക്ഷ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് കേട്ടോ സെക്ഷൻ 7 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 7(5) എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായിട്ട് നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ്. സെക്ഷൻ 7 എന്ന് വെച്ചാൽ എന്താ? അപേക്ഷ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ ആര് കൊടുത്താലും അതിനെ തീർപ്പാക്കണം, അത് പറയുന്നതാണ് സെക്ഷൻ 7. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് വിവരം സൗജന്യമായിട്ട് നൽകണം എന്ന് പറയുന്നത് വരുന്നതാണ് സെക്ഷൻ 7(5). പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരം വിവരങ്ങൾ നൽകുന്നതിനൊരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ഇനി അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലോ 35 ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. ഇനി ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിലാണ് വിവരം ലഭിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കേണ്ടതെങ്കിൽ 48 മണിക്കൂറിനുള്ളിലാണ് വിവരം ലഭിക്കേണ്ടത്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 40 ദിവസത്തിനുള്ളിലാണ് വിവരം ലഭിക്കേണ്ടത്. ഇതിൽ മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാനുള്ള സമയപരിധിയാണ് ഈ 5 ദിവസം കൊടുക്കുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ, പിന്നെ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ, മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ. ഇതിൽ മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ടത്, അതായത് അഭിപ്രായം ആരായാൻ വേണ്ട, മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. അപ്പോൾ മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ 5 ദിവസം, മൂന്നാം കക്ഷിക്ക് മറുപടി കൊടുക്കാൻ 10 ദിവസം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം തന്നെയാണ് കേട്ടോ. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്.
അപ്പോൾ ഒന്നാം അപ്പീൽ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനേക്കാളും തൊട്ടുമുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കൊടുക്കേണ്ടത്. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ കൊടുക്കേണ്ടത്? മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടതും 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ്. മതിയായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിലാണ് തീർപ്പാക്കേണ്ടത്. അപ്പോൾ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ, ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടതും 30 ദിവസത്തിനുള്ളിൽ. എന്തെങ്കിലും കാരണങ്ങൾ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിലാണ് തീർപ്പാക്കേണ്ടത്. ഇനി എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 90 ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. എന്നാൽ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. ഇനി വിവരാവകാശ നിയമം 2005 സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞിട്ടൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഉത്തരം പൊതു അധികാരികളുടെ, അതായത് പബ്ലിക് അതോറിറ്റീസിൻ്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക, പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. പിന്നെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. അതൊക്കെ ഈ വിവരാവകാശ നിയമം 2005 ഉദ്ദേശ്യ ലക്ഷ്യങ്ങളാണ്. ഒന്ന്, പൊതു അധികാരികളുടെ, അതായത് പബ്ലിക് അതോറിറ്റീസിൻ്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്കും അറിയണ്ടേ, അപ്പോൾ പൗരന്മാർക്കും നിർബാധം ലഭ്യമാക്കുക. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വമൊക്കെ വർദ്ധിപ്പിക്കുക. പിന്നെ പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. അടുത്തത് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. പിന്നെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഒക്കെ ഉറപ്പുവരുത്തുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുക. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക. ഇതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്ന്, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുക. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക. ഇനി 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ്നരേൻ കേസിൽ അനുച്ഛേദം 19(1)(a) നമുക്കറിയാം 19(1)(a) എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. അത് പ്രകാരം വിവരാവകാശം ഒരു മൗലികാവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ അനുച്ഛേദം 19(1)(a) അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ, അത് പ്രകാരം വിവരാവകാശം എന്ന് പറയുന്നത് അതറിയാനുള്ള ഒരു അവകാശമാണല്ലോ, അത് ഒരു മൗലികാവകാശമായിട്ട് കണക്കാക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് 1975 നടന്ന സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ്നരേൻ കേസ്. ഇനി വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിൻ്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും ഒക്കെ പരിശോധിക്കുക, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കുറിപ്പെടുക്കുക, അതെല്ലാം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളാണ്. ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിൻ്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും ഒക്കെ പരിശോധിക്കുക, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കുറിപ്പെടുക്കുക. പാർലമെന്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ് പാർലമെന്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
പിന്നെ പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. പ്രമാണങ്ങളുടെ പകർപ്പെടുക്കാനായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവരാവകാശത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അനുച്ഛേദം 19(1)(a) അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ, അത് പ്രകാരം വിവരാവകാശം ഒരു മൗലികാവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അത് ഏത് കേസിലാണ്? 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസിലാണ്. സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസിൽ 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നരേൻ കേസിലാണ് അനുച്ഛേദം 19(1)(a) അത് പ്രകാരം വിവരാവകാശം ഒരു മൗലികാവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണെന്നുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ 8, 9 എന്ന് പറഞ്ഞ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. 8 ആണ് കേട്ടോ. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ്, അതായത് എന്തെങ്കിലും രാജ്യസുരക്ഷ എന്തെങ്കിലും സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ ആയിരിക്കണം. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് നമുക്ക് പൗരന്മാർക്ക് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ ബാക്കി പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണെന്നൊരു ചോദ്യം, അതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള തന്നെയാണ്. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അതല്ലാതെ സുരക്ഷാ സംഘടനകളിലെ വിവരങ്ങളൊന്നും നമുക്ക് പൗരന്മാർക്ക് ലഭ്യമല്ല. ഈ അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണെങ്കിൽ വിവരാവകാശ നിയമം ബാധകമാണ്. പിന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും, പിന്നെ 10ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാവും വിവരാവകാശ കമ്മീഷനിൽ. ഇനി വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 8(1) പ്രകാരമാണ് അത് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 8(1) പ്രകാരം സെക്ഷൻ 8ഉം 9ഉം വകുപ്പുകൾ ഒഴികെ ബാക്കിയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ എല്ലാം ലഭ്യമാകും. ഈ 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 8(1) സെക്ഷൻ 8(1) പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ ഏതൊക്കെയാണെന്നാണ്. അതായത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും തന്ത്ര പ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ, അങ്ങനെ രാജ്യസുരക്ഷയും പരമാധികാരത്തെയും അഖണ്ഡതയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നിയമം കോടതിയാലോ ട്രിബ്യൂണലാലോ അതിൻ്റെ പ്രസിദ്ധീകരണം പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ വെളിപ്പെടുത്തൽ കോടതിയെ ലക്ഷ്യമായി തീരുന്നതോ ആയ വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ, അങ്ങനെ എന്തെങ്കിലും ഇതുപോലുള്ള നിരോധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തറിയിക്കുന്നതിൽ നിന്ന് പ്രത്യക്ഷമായിട്ട് നിരോധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ
അതിൻ്റെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതി അലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനത്തെയൊക്കെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷാവകാശത്തിൻ്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷാവകാശത്തിൻ്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 9 നമ്മൾ സെക്ഷൻ 7 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അപേക്ഷ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സെക്ഷൻ 7(5) ആണെങ്കിലോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായിട്ട് വിവരം നൽകും. പിന്നെ സെക്ഷൻ 8 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8ഉം 9ഉം. അതായത് ചില കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തൂല. അതായത് സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ അങ്ങനെ അതൊഴികെ 8-9 പറഞ്ഞിട്ടുള്ളതൊഴികെ ബാക്കിയെല്ലാമാണ് വിവരാവകാശത്തിന് ലഭിക്കുക എന്ന് പറഞ്ഞിട്ട്. അതല്ലാണ്ട് വേറെ 8നെ പറ്റി പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. ഇല്ല. അതായത് വിവരാവകാശ അപേക്ഷ നിരസിക്കുന്നതിനുള്ള വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ 8. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ. വിവരാവകാശ അപേക്ഷ നിരസിക്കുന്നതിനുള്ള വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ 8ാം വകുപ്പാണ്. 2005 വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 അനുസരിച്ചിട്ട് വിവരാവകാശ നിയമം നിരസിക്കാം. സെക്ഷൻ 9 ഇങ്ങനെ നിഷേധിക്കാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. അതായത് 8ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് ഭംഗം വരാതെ ഒരു കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ഒരു സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അതാതു സംഗതി പോലെ, അതായത് വിവരം പ്രാപ്യമാക്കുന്നതിനുള്ള അപേക്ഷ സംസ്ഥാനത്തിൻ്റേതല്ലാത്ത ഒരു വ്യക്തിയിൽ നിലനിന്ന് പോരുന്ന പകർപ്പവകാശത്തിൻ്റെ ലംഘനമാകുന്നിടത്ത് നിരസിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമല്ലേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. 8 എന്ന് പറയുമ്പോൾ അപേക്ഷ നിരസിക്കുന്ന വകുപ്പാണ്. ഇനി അപേക്ഷ നിരസിക്കാനുള്ള വിവരാവകാശ അവകാശം നിഷേധിക്കാനുള്ള കാരണങ്ങൾ പറയുന്ന വകുപ്പാണ് സെക്ഷൻ 9 വിവരാവകാശ നിയമം 2005 സെക്ഷൻ 9. അപ്പോൾ ഈ 8-9 പരാമർശിച്ചിട്ടുള്ളത് ഒഴികെ ബാക്കി എല്ലാ പൊതു അധികാരികളുടെ വിവരങ്ങളും പൗരന്മാർക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലർ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവൈലബിൾ ആണ്. സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃകകൾ. പിന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ ലഭ്യമാകും. സ്ഥിതിവിവര കണക്കുകളൊക്കെ ലഭ്യമാണ്. ഇമെയിൽ, അതുപോലെ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, ഇതെല്ലാം നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്, ലഭ്യമാകുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃകകൾ, പിന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, ഇതൊക്കെ ലഭ്യമാകും. ഇനി വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 24(1) 2ാം ഷെഡ്യൂളിൽ 24(1) സെക്ഷൻ 24(1) ഈ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 24(1) അതിൻ്റെ ഷെഡ്യൂൾ 2 കേരള സർക്കാരിൻ്റെ കീഴിൽ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ 24(1) കേരള സർക്കാരിൻ്റെ ആണെങ്കിൽ 24(4) ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സെക്ഷൻ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ സെക്ഷൻ 24(1) കേരള സർക്കാരിൻ്റെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ വിവരാവകാശ നിയമത്തിൽ നിന്നുള്ള സെക്ഷനാണ് സെക്ഷൻ 24(4). അത് 2ാം ഷെഡ്യൂളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രകാരം ഒഴിവാക്കപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് CID ഉണ്ട്, ക്രൈം ബ്രാഞ്ച് CID ഉണ്ട്, ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് അങ്ങനത്തെയൊക്കെ ക്രൈം റെക്കോർഡ്സ്, പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, കോൺഫിഡൻഷ്യൽ ബ്രാഞ്ച്, ഫോറൻസിക് ലബോറട്ടറീസിൻ്റെ, പിന്നെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോസ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല.
സെക്ഷൻ 24(1) നമ്മൾ പറഞ്ഞു എന്താ, വിവരാവകാശ നിയമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 2ാം ഷെഡ്യൂളിലുള്ളതാണത്. അപ്പോൾ അതനുസരിച്ചിട്ട് അഴിമതി ആരോപണങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സംബന്ധിച്ച വിവരം ഒഴിവാക്കപ്പെടാവുന്നതല്ല എന്ന് അതുകൂടിയുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് 24(1) പക്ഷേ അഴിമതി മനുഷ്യാവകാശ ലംഘനമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച് വിവരം ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതിയിൽ അപ്പോൾ പ്രസ്തുത അതിൻ്റെ വിവരങ്ങൾ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അംഗീകാരത്തിന് ശേഷം മാത്രമേ നൽകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 45 ദിവസമാണ് അതിൻ്റെ ഒരു നിയമപരിധി കാലാവധി വരുന്നത്. 24(1) അനുസരിച്ചിട്ട് അഴിമതി മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കപ്പെടാവുന്നതല്ല എന്നുള്ളത് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതാണ് 24(1), കേരള സർക്കാരിൻ്റെയാണ് 24(4). 2ാം ഷെഡ്യൂളിലാണിത് വരുന്നത്. ഇനി മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച് വിവരം ആവശ്യപ്പെട്ടിട്ടുള്ളതിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറുടെ അനുമതി വേണം. ഈ അനുമതിയോടുകൂടിയേ നൽകാൻ പാടുള്ളൂ. പിന്നെ 45 ദിവസത്തിനകമാണ് നൽകേണ്ടത്. പിന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വിവരാവകാശ നിയമത്തിൻ്റെ കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത്. അതായത് സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതെല്ലാം പെടുന്നുണ്ട്. വിവരാവകാശ നിയമത്തിൻ്റെ കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. പൊതു അധികാരസ്ഥാനം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2(h) ആണ്. പൊതു അധികാരസ്ഥാനം എന്ന് പറയുമ്പോൾ ഹയർ അതോറിറ്റീസ് ഒക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ സെക്ഷൻ 2(h) സെക്ഷൻ 2 അനുസരിച്ചിട്ടാണ് ഇവിടെ സെക്ഷൻ 2ലാണ് ഈ വിവരാവകാശ നിയമത്തിൽ നിന്ന് കേരള സർക്കാരിനെയൊക്കെ ഒഴിവാക്കുന്നില്ല. 24(1), 24(4) ഒക്കെ വരുന്നത് സെക്ഷൻ 2ആണ്. ഇത് സെക്ഷൻ 2(h). പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ്. വിശ്വാസ് മേത്ത അല്ല. ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേന്ദ്രത്തിൻ്റെ ഹീരാലാൽ സമരിയ, കേരളത്തിൻ്റെ വി ഹരിനായർ. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. ഇപ്പോഴത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തത് ആരാണെന്ന്. അത് ഗവർണർ ഉണ്ടായിരിക്കും, പിന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അതിലില്ലാത്തത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്ത വ്യക്തിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. സെക്ഷൻ 15(2) അനുസരിച്ചിട്ട് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നതാണ് 15(2). അപ്പോൾ ഈ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സ്റ്റേറ്റിൽ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ഉണ്ട്, സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. ഗവർണർ ഉണ്ട് കേട്ടോ, ഗവർണർ. ഇനി സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെൻറ്റ്, പത്രപ്രവർത്തനം, ബഹുജനമാധ്യമ പ്രവർത്തനം, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ വിപുലമായ അറിവും പൊതുപരിചയവും ഉള്ളൊരു വ്യക്തിയായിരിക്കണം. വെറുതെ ഒന്നും നടക്കൂല, നല്ല അറിവ് വേണം ഒരുപാട് കാര്യങ്ങളിൽ. ഇനി അടുത്ത ചോദ്യമാണ്, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ
അതനുസരിച്ച് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. വിവരാവകാശ കമ്മീഷണർമാർക്ക് പറ്റും, പക്ഷെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ പിന്നെ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഗവർണറിന്റെ മുമ്പാകെയാണ്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. അപ്പോൾ നിയമിക്കുന്നതും ഗവർണറാണ്, സ്റ്റേറ്റിന്റെ രാജിക്കത്ത് കൊടുക്കുന്നതും ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും ഗവർണർക്കാണ്. ആളാണല്ലോ നിയമിക്കുന്നത്, അപ്പം നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണർക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധിക്കില്ല. അത് ഇപ്പോഴത്തെ റൂളാണ്. പുനർനിയമനം നടത്താൻ സാധിക്കില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും അവരുടെ സേവന വ്യവസ്ഥയും ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 16 ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും പിന്നെ സേവന വ്യവസ്ഥകളും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സെക്ഷൻ 16 സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാനം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർനിയമനത്തിന് അർഹനല്ലാതിരിക്കുന്നതുമാണ്. അപ്പോൾ ആദ്യത്തെ നിയമം അനുസരിച്ച് 2005 നിയമം അനുസരിച്ച് 5 വർഷക്കാലമായിരുന്നു അവരുടെ കാലാവധി, പുനർനിയമനത്തിന് അർഹനല്ലായിരുന്നു. എന്നാൽ 2019 ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ കാലാവധി തീരുമാനിക്കുന്നത്. അതായത് 65 വയസ്സ് തികഞ്ഞതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല. എന്നാൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയി നിയമിക്കപ്പെടാൻ അർഹനാണ്. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6.